വൈസാഖിലെ ഫസ്റ്റ് ട്രിപ്പായിട്ട് നമ്മളൊരു റിസോർട്ടിൽ പോയതായിരുന്നു. അവിടുത്തെ പ്രൈവറ്റ് ബീച്ചാണിത്. ബീച്ച് വാസ് സോ ബ്യൂട്ടിഫുൾ. ആകപ്പാടെ ഒറ്റ പ്രോബ്ലമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ കാണുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ബോട്ടിൽ വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, അങ്ങനെ എല്ലായിടത്തും വേസ്റ്റ്. അപ്പം നമുക്കത് ഭയങ്കര ഒരു സങ്കടമായി തോന്നി. ആദ്യം ഞാൻ കുറേ പബ്ലിക്കിനെ കുറ്റം പറഞ്ഞു, പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി പബ്ലിക്കിന് പറഞ്ഞിട്ടും കാര്യമില്ല, ബിക്കോസ് അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ട് റിസപ്ഷനിൽ പോയിട്ട് മാനേജറെ കണ്ട് അങ്ങനെ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഒരു വേസ്റ്റ് ബിൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രമാത്രം അത് വൃത്തികേടാവില്ലായിരുന്നു. പക്ഷേ അവർ കുറേ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ വീണ്ടും കമ്പൽ ചെയ്തപ്പോൾ അവരൊരു സ്റ്റാഫിനെ വിട്ടിട്ട് ഇങ്ങനെ വെച്ചു. ഒക്ടോബർ 2 ജൂൺ 5 മാത്രം നമ്മൾ എൻവയോൺമെൻറ്റ് വൃത്തിയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളായിട്ട് സൊസൈറ്റീനെ വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും ഒക്കെ കാണാം ഇങ്ങനെ ഒരു കൂസലുമില്ലാതെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബോട്ടിലും കാര്യങ്ങളും വലിച്ചെറിയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കോപ്പി ചെയ്യുന്നവരാണ് നമ്മുടെ കൂടെയുള്ള കുട്ടികൾ. അപ്പോൾ അവർക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുക, സൊസൈറ്റീനെ വീട് പോലെ കണക്കാക്കി സംരക്ഷിക്കുക. ജയ് ഹിന്ദ്.